ഷാജി ചോറുണ്ട്. ഷാജി വല്ല വീട്ടിൽ നിന്ന് ചോറുണ്ടെന്നല്ലടാ, വെറുതെ നിന്നണേ ഇത്ര നിന്നണേ. ഇത് ഒരു രസമില്ല. ഷാജി എത്ര അടി എടുത്തു? ഷാജി പറഞ്ഞടാ. 4 പ്ലസ് 1 2 ചായ 5 കടി. 5 കടി 4 കടി 5 കടി 3. എന്റെ ഒരു കടി എടുത്ത് വെച്ചു. അപ്പൊ 6 കടി 3 ചായ. എന്നെ 3 പേർക്ക് ചായ കുടിച്ചല്ലേ ഇപ്പം. എന്നെ എടാ എണീച്ച് പോടാ. ഷാജി ഒരു കോമഡി പീസാണ്. കോമഡിയനാണ്, കോമഡി. ഹലോ ഞാൻ വന്നത് ജിമ്മിലാണ്. അപ്പം ഞാൻ ഇന്ന് നേരത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ആരും വന്നിട്ടില്ല കണ്ടോ, ഫ്രീ. അപ്പം ഞാൻ ടി വി ഓണാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പം അങ്ങനെയാണ്. ടി വി ഓൺ ആവണില്ല. എങ്ങനെയാണ് ഓൺ ആക്കണേന്ന് എനിക്കറിയത്തില്ല. പുറകിൽ എന്തൊരു വണ്ടിയല്ലേ ആണ് ഞാൻ മിണ്ടാത്തത്. ഇങ്ങനെ കണ്ട ആരും തെറ്റിയിരിക്കണ്ട. മറ്റേ ഈ ബോളാണ് ഗൈസ്. ബോളുണ്ടോ? ആ ബോൾ കയറിയിട്ട് കൊള്ളാം. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ജിമ്മിൻ്റെ ഒക്കെ ഞാൻ പേഴ്സണലായിട്ട് പിന്നെ വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. യൂണിഫോമാണ്. ഞാൻ ഇന്ന് മറ്റേ ട്രാക്ക് സൂട്ടൊന്നും ഇട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഓക്കെ, ക്ലാസ് നേരത്തെ വിട്ടു, അതാണ് ആൾക്കാരും ഇല്ലാത്തത്. ഓക്കെ ഗൈസ്, ടി വി ഓണാവുന്നില്ല. ഗൈസ് പറയലാണ്. പോസ്റ്റ് എത്തണം. ഹലോ മൈ ഗൈസ്, ഇത് നോക്ക് ഗൈസ്, പോസ്റ്റ് എത്തണോ. പൂപ്പാറയിൽ ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ കണ്ടാണ്. ഇത് ആച്ചിയുടെ കടയുടെ അടുത്താണ്. മേടിക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിനെ ഇപ്പൊ കാണാനില്ല. ഓടാ മാറിക്ക്. എല്ലാരും ആൾക്കാരെല്ലാരും കൂടിയിട്ടുണ്ട്. പൂപ്പാറയില് പോസ്റ്റ് എത്തണോ. പോസ്റ്റ് എത്തണോടാ, നോക്കടാ. അല്ല അവനൊക്കെ കൃത്യം വണ്ടി അവിടെ. ഗൈസ് വെള്ളമൊക്കെ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. വെള്ളം. അയ്യോ തീർക്കത്തില്ല. ഗൈസ് ഓഫായിട്ടുണ്ട് ഗൈസ്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഓഫായി. ഓക്കെയാണ്. ഓക്കെ. അല്ല പോസ്റ്റൊക്കെ എത്തിയപ്പോൾ എല്ലാവരും പേടിച്ചു പോയിട്ടാ. അബ്ബയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു ഗൈസ്. നമ്മൾ പോവുകയാണ്. ആച്ചിക്ക് എന്താ പുച്ഛം? ഈ കോതമംഗലം വരെ പോകണേന് എന്നാടാ പറയാനുള്ളത്? കോതമംഗലം വരെയും നമ്മൾ സിനിമയ്ക്ക് പോകണേന് ഗൈസ്. നമ്മൾ കോതമംഗലം കാണാൻ പോവുകയാണ്. നമ്മൾ ഇടുക്കിയിൽ നിന്ന് കോതമംഗലം വരെയും പോവുകയാണ്. 83 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു വെറൈറ്റിക്ക് മൊട്ടനെ കാണേ. മോട്ട വാടാ, ക്യാമറയുടെ ഉള്ളിൽ ആക്കടാ തന്നെ ഗൈസ്. അപ്പം ഇങ്ങനെ ഇരിക്കണം. ഗൈസ് അപ്പം കോതമംഗലം പോവുകയാണ്. നമ്മളെ തിയേറ്ററിൽ നാളെ ഒരു 2 മണിയുടെ ഷോയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ, ദാസന്, അശ്വിന്, ആച്ചി, ഇൻഷാ അല്ലാഹ് നമ്മൾ പോവുകയാണ്. ഓക്കെ മൊട്ട ഗൈസ്. അപ്പം ഞാൻ കോതമംഗലമൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം ഗൈസ്.
ഗൈസ് ഞാൻ നിങ്ങളെ ഒരു സംഭവം പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഒരു ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവമുണ്ട്, ട്രക്കാ ഫിറ്റ്. ഓക്കെ, നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സംഭവമാണ്. അപ്പം ജസ്റ്റ് പാൻറ്റ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനത്തെ പാൻറ്റൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ കയ്യിൽ കുറേ പാൻറ്റുകളുണ്ട്. അപ്പം ഞാനൊരു പാൻറ്റ് ഇട്ടിട്ടുണ്ട്, അതെന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കബീർ എന്നാണ് എൻ്റെ ഇൻസ്റ്റാ പേര്. അപ്പം അതിനകത്ത് ജസ്റ്റ് ഒരു ഹായോ അല്ലെങ്കിൽ ബ്രോ ട്രക്കാ ഫിറ്റെന്നോ അല്ലെങ്കിൽ ഡ്രസ്സെന്നോ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പം നമ്മുടെ പേജ് ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെ ഒന്ന് നോക്കുക ജസ്റ്റ്. ഓക്കെ, അപ്പം ഇനി വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. രാവിലെ ഇപ്പം സമയത്തിനടാ 10:54, 2 മണിക്കാണ് നമുക്ക് അവിടെ ഷോയ്. അപ്പം പോവുകയാണ്. ഇന്ന് കോളേജിൽ ആർട്സ് ഡേ ഒക്കെയാണ്, പക്ഷേ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ബബ്ബ സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. ഓക്കെ, അൽഫാസും അശ്വിനും നേരത്തെ പോയിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്, ദാസൻ എൻ്റെ കൂടെ. ഓക്കെ, ഫാമിലി റിലേഷൻഷിപ്പ് ഇത് വിടത്തില്ലാട്ടോ നിന്നെ. എടാ ഞാൻ സത്യമായിട്ട് കണ്ടില്ലടാ അതിന്. ഇപ്പൊ സുന എടുത്തോണ്ട് പോയനെ മൂത്രയ്ക്കാൻ എന്നടാ കോമഡി അടിച്ചേ. എന്താ അശ്വിൻ എന്താ കോമഡി അടിച്ചു? ബാക്കി എല്ലാവർക്കും ഇല്ലാതിരിക്കോ? കോളേജിൽ ആർട്സ് ഡേ ആണ്. എന്നിട്ട് നമ്മള് ബബ്ബ കാണാൻ പോകണം. ഡാമിൽ പോവാ. ഓടാ അതിന്റെ സൈഡ് ഡാം തുറക്കുന്നുണ്ട്. അയ്യേ ചുമ്മാ ദാസനെന്നുണ്ട് അതേ നോയ്യ. അവിടെ പോയിട്ട് നമ്മള് തിയേറ്ററിൽ ഇരിക്കുമ്പോ ഒരു ഓളം ഇല്ലാത്ത ഓഡിയൻസിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം. ഫാമിലി ഓഡിയൻസ് ആയിരിക്കും. ഈ പിള്ളേരൊക്കെ കോതമംഗലം ആജി എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഉണ്ട് കിഡിലും. ഒരേ പുള്ളി ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആ ഫൈറ്റ് സീനിൻ്റെ അവിടെ തിയേറ്റർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഗൈസ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. എൻ്റെ ശബ്ദം പോയതാണ്ടാ, നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. ഇത് സെക്കൻഡ് ഹാഫ് ഇനി ഞാൻ പറയണില്ല, വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫിന് വരട്ടെ. ശബ്ദമൊക്കെ പോയി ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങള് സിനിമ കണ്ടിറങ്ങി ഗൈസ്. എല്ലാരും റിവ്യൂ പറഞ്ഞതാ. എല്ലാരും തിയേറ്ററിൽ വന്നിരുന്ന് കാണണം. അങ്ങനെ ഗൈസ് ഒരു നല്ല സിനിമ, കിഡിലൻ സിനിമ. ദിലീപ് മോഹൻലാലായിട്ടുള്ള കോംബോയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ ഞങ്ങള് വന്നത് എന്തായാലും വെറുതെ ആയില്ല ഗൈസ്. ഞങ്ങള് വന്നത് എന്തായാലും വെറുതെ ആയില്ല. തുള്ളാൻ പറ്റി, അതാണ് ഓഡിയൻസ്. നമ്മള് തുള്ളിയുണ്ട്, അവന്മാര് തുള്ളി. ആദ്യം എല്ലാവർക്കും മടിയായിരുന്നു ഗൈസ് ഇങ്ങനെ തുള്ളാനൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങൾ എണിച്ചു തുള്ളി. ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്നിട്ട് തുള്ളുമെങ്കിലും ചെയ്യണ്ടേ, നല്ല ആൾക്കാർ കയറുള്ളൂ. ഒരു മനസ്സുഖം കിട്ടണ്ടേ, അതിന് ഞങ്ങൾ തുള്ളി. അപ്പൊ എല്ലാവരും തുള്ളി. അപ്പം ഗൈസ് കൊള്ളായിരുന്നു, നല്ല സിനിമയാണ്. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മള് ചെറായി ബീച്ചിലോട്ട് പോവാണ് ഗൈസ്. കോതമംഗലത്തിൽ നിന്ന് പിന്നെ ഒരു 59 കിലോമീറ്റർ. ചട്ടം അപ്പം നമ്മള് പിന്നെ ഒരു 56 കിലോമീറ്റർ 59 കിലോമീറ്റർ പോകാൻ പോവുകയാണ്. ചെറായിക്ക് പോവുകയാണ് ഗൈസ്. എന്തിനാന്ന് വെച്ചാൽ 40 എടാ ഇപ്പൊ വന്നില്ലേ, 18 കിലോമീറ്റർ വന്നില്ലേ മൈല്. അപ്പൊ അതിൽ കൂടുതലുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. ചട്ടം തൻ കടമയിൽ ഈ ബസ് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് വേണമെങ്കിൽ ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഒന്നും കാണാനൊന്നും ചെറയിൽ എത്തും. പിള്ളേർ ചാടിക്കുന്നു പറഞ്ഞ പിള്ളേർ ഇപ്പൊ തന്നെ ചാടും. അപ്പൊ കബീറിന്റെ വക മന്തി ചന്തി
100 കിലോമീറ്റർ. എടാ എന്നെ കിടിലായിട്ട് തിര 100 കിലോമീറ്ററോ? അതൊക്കെ മേലെ ആയിട്ടുണ്ടാവും. എങ്ങനെ അവിടെ നിന്ന് 82. ഇവിടെ 38 സ്ഥലത്തേക്ക് മേലെ 38 മൊത്തം അവിടെ തിയേറ്ററിൽ നിന്ന് 50 ആയി. 58 കിലോമീറ്റർ നമ്മളെ പിന്നെ മുരിക്കുന്നോട്ടിന്ന് വന്നത് 80 ആയി. 142 കിലോമീറ്റർ. ഹാപ്പി അല്ലേ? 141 ഒരു മിസ്റ്റേക്ക്. ദിസ് ഈസ് ബീച്ച്. ദിസ് ഈസ് ബീച്ച്. അവർ തീർന്നു. അവിടെ കുറെ ഉണ്ട് എന്നുള്ള ആച്ചി കോഴി അടിക്കാൻ പോകുന്നു ഗൈസ്. പരിപാടി പോലെ. ഗൈസ് നമ്മള് കടലമ്മ കള്ളിന്ന് എഴുതാൻ പോവുകയാണ്. എടാ മലയാളത്തിൽ എഴുതറാ. ഇംഗ്ലീഷാ ഇവിടുത്തെ. ഓക്കെ എന്തെങ്കിലും ചെയ്. ഇവിടെ വരെ ഇത്ര ബീച്ചിൽ ഇവിടെ വന്നിട്ടില്ല. ആയിക്ക് കടലമ്മ കള്ളിന്ന് എഴുതാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇവിടെ വരുമോന്ന് നമുക്ക് ഇപ്പൊ നോക്കാം. ഇപ്പൊ വരുമോ? ഞാനൊക്കെ എഴുതുമ്പോ എപ്പോഴും വരാറുള്ളതാണ്. കടലമ്മ കള്ളി എഴുതിയോ? കടലമ്മ കള്ളിന്ന് എഴുതിയിട്ടുണ്ട്. വാ ഒന്ന് മായ്ക്കല്ലോ നമുക്ക് നോക്കാം ഗൈസ്. കടലമ്മക്കള്ളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാറ്റട്ടെ. എടാ മായ്ച്ചറാ ഈ അഭിലാഷേ. അഭിലാഷേ മായ്ച്ചറാ. മായ്ച്ച് ഡേ മായ്ച്ചറാ കടലമ്മ മായ്ച്ചറാ. അത് അഭിലാഷേ ഗൈസ് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ നമ്മളിനി ദേഹത്ത് ഉപ്പിൻ്റെ സംഭവമൊക്കെ മണല് അത് ഭയങ്കര ഇതാവും. അതാ പിന്നെ ഞാൻ ഇറങ്ങാത്ത. കാല് നനയ്ക്കാൻ കയറി, അല്ലാണ്ട് ഇറങ്ങാൻ ഞാൻ കയറിയില്ല. അതെ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്താണ് ഗൈസ് ഏതോ ഒരു സ്കൂളാണോ കോളേജാണോ നമ്മളെ വിളിച്ചു പോകാൻ നേരത്തെ അങ്ങോട്ട് അപ്പൊ നമ്മള് കയറാൻ പറഞ്ഞു. ലേറ്റ് പോവായിരുന്നു. അപ്പൊ നമ്മള് കേറി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞ കാര്യമില്ല. നിനക്ക് ലേറ്റ് കണ്ട വെച്ചുമ്പോ കയറിയതാണ് ഗൈസ്. ഒരു ആനിവേഴ്സറി ഇന്ന് കല്യാണമാണ്. ഒന്നും ഒരു പരിപാടി അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് കയറിയിട്ടുണ്ട്. എന്നാന്ന് സംഭവം നോക്കട്ടെ. എടാ ഇത്ര കിലോമീറ്റർ ഓടിയ കൈ കൊണ്ടുപോകും. സമയം 1:30 ഗൈസ്. 1:30 തണുപ്പ് കൊള്ളാൻ വേണ്ടി ഞങ്ങൾ സൈലൻസർ കൈയൊക്കെ മരച്ചു ഇരുന്നു ഗൈസ്. സൈലൻസറിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടി. കണ്ടാ ചൂട് കായുക. അത് ഇടുക്കിയില് ഡിസംബർ മാസം. അയ്യോ 1:30 കയ്യൊക്കെ സീന്. പുതിയ ട്രിക്ക് അൺലോക്ക്ഡ്. ഗൈസ് അങ്ങനെ 2 മണിയായപ്പോൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. മടുത്ത് ഗൈസ്. ചന്തിയൊന്നുമില്ല. മടുത്ത് ഉമ്മിച്ച് വാതിലുറക്കൊന്നുമില്ല. അറിയത്തില്ല. ഫോൺ വിളിച്ച് നോക്കട്ടെ. മടുത്ത് അയ്യോ ഗൈസ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുറന്ന് ഓക്കെ ഗൈസ് ബൈ. ഗൈസ് മടുത്ത് മുടിയൊക്കെ ഇരിക്കുന്നുണ്ടാ. മടുത്ത് വീടെത്തി. ഇപ്പോഴൊരാശ്വാസമായി ഗൈസ്. ഹലോ ഗൈസ്. അപ്പം അങ്ങനെ രാവിലെ എണീച്ച് ഗൈസ് 2:30 ഒരു ഞാൻ കിടന്നുറങ്ങി. 2:30 2:45. എന്നിട്ട് ഇതേ ഇപ്പം 5:30 എണീച്ചിട്ട് ഫ്രഷൊക്കെ ആയിട്ട് പത്രം ഇടാൻ പോവുകയാണ് ഗൈസ്. ഇപ്പം 6 മണി. അയ്യോ ഉറക്കൊന്നും ശരിയാവണില്ല. ഇവിടെ തണുപ്പുണ്ടല്ലോ എൻ്റെ പൊന്നെ. ഇത് കണ്ടാ അയ്യോ ഉറക്കം ശരിയല്ല. കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ ഗൈസ് ഞാൻ പോയി പത്രം ഇടട്ടെ.